രാവിലെ 10 മണിയോടെയാണ് ചൂരൽമല ബെയിലി പാലത്തിന് സമീപം പുന്നപ്പുഴയിൽ പുഴ കരകവിഞ്ഞൊഴുകുകയും വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ടാകുകയും ചെയ്തത്. പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകി വരികയും അട്ടമല റോഡിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. രാവിലെ ബെയിലി പാലം കടന്ന നിരവധി തൊഴിലാളികൾ അപ്പുറത്തെ തോട്ടങ്ങളിൽ പണിക്ക് പോയിരുന്നു. അതിൽ അട്ടമല ഭാഗത്ത് പോയവരൊക്കെ ഈ വെള്ളം കയറിയതോടെ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത് പ്രദേശത്ത് വലിയ ആശങ്കയുണ്ടായി. മുണ്ടക്കൈ മേഖലയിലെ തോട്ടങ്ങളിലും തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്തെ ടാക്സി ഡ്രൈവർമാരും മറ്റ് ജീപ്പുകളുമായൊക്കെ എത്തിയാണ് ഈ തൊഴിലാളികളെ സുരക്ഷിതമായി പുന്നപ്പുഴയ്ക്ക് ഇക്കരയ്ക്ക് ചൂരൽമല ടൗണിലേക്ക് എത്തിച്ചത്. ഈ മുന്നറിയിപ്പ് നൽകാത്തതിലും തൊഴിലാളികളെ തിരിച്ചെത്തിക്കാൻ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്താത്തതിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് വില്ലേജ് ഓഫീസർ, ചൂരൽമല വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തുന്നത്. അതോടെ പ്രതിഷേധം വില്ലേജ് ഓഫീസർക്ക് നേരെ തിരിഞ്ഞു. പ്രധാനമായും ഈ ദിനബത്ത നേരത്തെ സർക്കാർ ഈ പ്രദേശത്തെ ഈ 3 വാർഡുകളിലെ ആളുകൾക്കെല്ലാം ദിനബത്ത 300 രൂപ നൽകിയിരുന്നു. പിന്നീട് സർക്കാർ അത് ഫിൽട്ടർ ചെയ്ത് നേരിട്ട് ദുരന്തം ബാധിച്ച ആളുകൾക്ക് മാത്രമായി ചുരുക്കി. അതോടുകൂടി പലർക്കും നേരത്തെ 300 രൂപ ദിനബത്ത കിട്ടിയിരുന്ന പലർക്കും ഈ പണം കിട്ടാത്ത അവസ്ഥയുണ്ടായി. അതാണ് പ്രധാനമായും പ്രതിഷേധത്തിന് കാരണമായത്. അതുകൊണ്ടാണ് ഈ മഴയത്തും പണിക്ക് പോകേണ്ട അവസ്ഥയുണ്ടായതെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ഇത് തന്നെയാണ് വില്ലേജ് ഓഫീസർക്കെതിരെ പ്രതിഷേധം ഉയരാനും കാരണമുണ്ടായത്. വളരെ രൂക്ഷമായാണ് ആളുകൾ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതികരിച്ചത്. പിന്നീട് സ്ഥലത്തെത്തിയ വൈത്തിരി തഹസിൽദാർക്ക് നേരെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസർക്ക് നേരെയും സമാനമായ പ്രതിഷേധമുയർന്നു. ദുരന്ത നിവാരണ അതോറിറ്റി സ്പെഷ്യൽ ഓഫീസർ അശ്വിൻ കുമാറും തഹസിൽദാരും ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ഈ 300 രൂപ ദിനബത്തയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമെന്ന കാര്യത്തിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിന്നു. അതോടുകൂടി വൈകുന്നേരം വരെ തീരുമാനം നീണ്ടു. ഒടുവിൽ ADM കെ ദേവകി സ്ഥലത്തെത്തി പ്രതിഷേധത്തിന്റെ നേതാക്കളുമായി സംസാരിച്ചു. ചർച്ചയിൽ അവർ ഉറപ്പു നൽകിയത് ഈ 3 വാർഡുകളിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ 3 വാർഡുകളിൽ ദുരന്ത സമയത്ത് താമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും 300 രൂപ ദിനബത്ത കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവർ അറിയിച്ചത്. ADMന്റെ തീരുമാനം വന്നതോടുകൂടി പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചു. മാത്രമല്ല പ്രദേശത്ത് ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, അടിയന്തര ആരോഗ്യ ശുശ്രൂഷ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ADM അംഗീകരിച്ചു. ദിനബത്തയുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ സംവിധാനവും അവർ പരമാവധി വേഗത്തിൽ ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ദിനബത്തയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെ ചൂരൽമലയിലെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. എന്തായാലും കനത്ത മഴ തുടരുമ്പോൾ ഇവിടുത്തെ ആളുകളിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.